വെൽക്കം ടു കൊമേഴ്സ് എഡ്യൂക്കേഷണൽ ചാനൽ ഇൻഫിനിറ്റ് നൊമാഡ്. ഇന്ന് UGC നെറ്റ് കൊമേഴ്സിലെ 4th യൂണിറ്റായ ബിസിനസ് ഫിനാൻസിലെ ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്ന് നോക്കാം. അതായത് കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിലെ എത്ര പാർട്ട് ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, ബാക്കി എത്ര ബിസിനസിൻ്റെ മറ്റ് ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, UGC നെറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ വരുന്ന തിയറീസ് ആണ്. അതിനു മുമ്പ് ജസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, ക്യാഷ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ക്യാഷ് ഡയറക്ട്ലി ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ഡിവിഡൻഡ്. അതിൻ്റെ മറ്റൊരു പേരാണ് ബോണസ് ഷെയർ. ഡിവിഡൻഡ് ഗിവൻ ഇൻ ദ ഫോം ഓഫ് അഡീഷണൽ ഷെയർ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് കൊടുക്കുന്നത് ഡിവിഡൻഡ്? അഡീഷണൽ ഷെയർസ് ആയിട്ട്. തേർഡ് വൺ, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് യൂസിങ് കമ്പനീസ് അസറ്റ്. ഇവിടെ കമ്പനീസിന്റെ അസറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്, ലൈക്ക് ഗുഡ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. സ്ക്രിപ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇവിടെ കമ്പനിയുടെ കാര്യത്തിൽ അവർക്ക് ക്യാഷ് ഷോർട്ടേജ് വരിക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രോമിസറി നോട്ട്സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ്സോ ഇഷ്യൂ ചെയ്യും, എന്നിട്ട് ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് തരാം എന്ന് പറയും. ഇതിനെയാണ് സ്ക്രിപ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബോണ്ട് ഡിവിഡൻഡ്. ഇവിടെ എന്താ പറയുന്നത്? ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർ ആയിട്ടോ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം, ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം എന്താണ് ഇവിടെ കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്? ബോണ്ടാണ്. The company issue long-term bond to shareholders which carry interest and much later maturity date. Interim dividend എന്ന് പറയുന്നത് dividend declared and paid before the final annual profit is determined. നമ്മുടെ ഫൈനൽ ആനുവൽ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്യും. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ്, ഫൈനൽ ഡിവിഡൻഡ്. അതിൻ്റെ പേര് പോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആഫ്റ്റർ പ്രോഫിറ്റ് ആർ ഫൈനലൈസ്ഡ്. പ്രോഫിറ്റ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നമ്മളിവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഡിവിഡൻഡ് എന്താണ്? എക്സ്ട്രാ ഡിവിഡൻഡ്. അതായത് സ്പെഷ്യൽ ഒക്കേഷനിലോ അതുപോലെ തന്നെ പ്രോഫിറ്റ് യൂഷ്വലി ഹൈ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ടൈമിൽ ഷെയർ ഹോൾഡേഴ്സിന് എക്സ്ട്രാ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് ഡിസിഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റിലവൻസി തിയറി. റിലവൻസി തിയറി എന്ന് പറയുന്നത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എങ്ങനെയാണ് മാർക്കറ്റ് ഷെയറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി മാർക്കറ്റ് ഷെയറിലെ, ആ കമ്പനിയുടെ ഷെയർ ഉണ്ടാവുമല്ലോ, സോ അവിടുത്തെ ഷെയർ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റിലവൻസി തിയറി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, വാൾട്ടേഴ്സ് മോഡൽ. ഹിയർ ഡിവിഡൻഡ് ഡിപ്പെൻഡ് ഓൺ റിലേഷൻ ബിറ്റ്വീൻ റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ എന്താ പറയുന്നത്? ഡിവിഡൻഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് റിട്ടേൺ, അടുത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ എടുക്കൂ, ABC ലിമിറ്റഡ്. ഈ ABC ലിമിറ്റഡ് എന്ന കമ്പനി പലവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ അവിടെ നിന്നും ABC ലിമിറ്റഡിന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് R റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് റിക്വയർഡ് റിട്ടേൺ ബൈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ഇനി ഒരു 3 കേസ് പറയാം. ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഫേം. ഇവിടെ R ഈസ് ഗ്രേറ്റർ ദാൻ KE ആണ്. അതായത് കമ്പനി കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിനെയും വെച്ച് കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക? ഷുഡ് റീറ്റെയിൻ 100% ഓഫ് പ്രോഫിറ്റ്, ഡിവിഡൻഡ് ഡിക്രീസ് വാല്യൂ. ഗ്രോത്ത് ഫേമിൻ്റെ കാര്യത്തിൽ, അതായത് R ഗ്രേറ്റർ ദാൻ KE ആയ സാഹചര്യത്തിൽ പ്രോഫിറ്റ് 100% നമ്മുടെ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യണമെന്നാണ്
പറയുന്നത്. അതായത് ഈ 100% പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുക, പിന്നീട് അത് റീഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. കാരണം റിട്ടേൺ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് അധികം റിസ്ക് കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. ഷെയർ പ്രൈസ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറയില്ല, കൂടുക മാത്രമേ ചെയ്യുള്ളൂ. നെക്സ്റ്റ് കാര്യം, അതായത് നെക്സ്റ്റ് വൺ കേസ് ഡിക്ലൈനിങ് ഫേം. അതായത് റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും വെച്ച് കുറവായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ 100% പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് 100% ഓഫ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് ഇൻക്രീസ് വാല്യൂ. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ആക്കാൻ പറ്റുള്ളൂ. Then third one, normal firm. R is equal to K. ഈ ഒരു സിറ്റുവേഷനിൽ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് എന്ന് പറയാം. സോ ഒന്ന് ഷോർട്ടായിട്ട് വാൾട്ടർ മോഡൽ എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, കമ്പനിക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന സാഹചര്യത്തിൽ ഡിവിഡൻഡ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഈ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം റീഇൻവെസ്റ്റ് ചെയ്ത് ബെറ്റർ ആയിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാത്ത സാഹചര്യത്തിൽ, അതായത് റിട്ടേൺ കുറവാണ് എന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മാർക്കറ്റിലെ ഷെയർ പ്രൈസ് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. റിലവൻസി തിയറിയിലെ സെക്കൻഡ് വൺ ആണ് ഗോർഡൻ മോഡൽ. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു വേർഡാണ് ബേർഡ്സ് ഇൻ ഹാൻഡ്. ബേർഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഗോർഡൻ മോഡൽ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ കറന്റ് ഡിവിഡൻഡ് ഓവർ ഫ്യൂച്ചർ ഗെയിൻ. സാധാരണയായി ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് അവർക്ക് ഇപ്പം ഡിവിഡൻഡ് കിട്ടിയാൽ അത്രയും നല്ലത് എന്നാണ്. അല്ലാതെ ഫ്യൂച്ചർ ഗെയിൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവരിയ്ക്കുന്നതിനേക്കാളും ഇപ്പം ഡിവിഡൻഡ് കയ്യിൽ കിട്ടിയാൽ അത് നല്ലത് എന്നാണ് ചിന്തിക്കുക. സോ അതാണ് ഇവിടെ പറയുന്നത്. ഗോർഡൻ മോഡൽ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ബേർഡ്സ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ കറന്റ് ഡിവിഡൻഡ് ഓവർ ഫ്യൂച്ചർ ഗെയിൻ ആണ്. ഇവിടെ പറയുന്നുണ്ട് ഹയർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ലീഡ് ടു ഹയർ സ്റ്റോക്ക് പ്രൈസ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസ് ദ ഇൻവെസ്റ്റേഴ്സ് പെർസീവ്ഡ് റിസ്ക്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഹയർ ആവുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസും ഹയർ ആവുകയാണ്. എന്തുകൊണ്ടാണ്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഹയർ ആവുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് കുറയുന്നു. സോ അതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് ഹയർ ആവുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഫോക്കസ് ഓൺ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ഇവിടെ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസിയാണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കറന്റ് ഡിവിഡൻഡ് ആണ് ഓവർ ഫ്യൂച്ചർ ഗെയിൻ. നെക്സ്റ്റ് വൺ, ഇറലവൻസി തിയറി. നമ്മൾ ഓൾറെഡി 2 റിലവൻസി തിയറി ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇറലവൻസി തിയറിയിൽ എന്താ പറയുന്നത്? ഡിവിഡൻഡ് ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതിൽ മൂഡി ഗിലാനി ആൻഡ് മില്ലർ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിച്ചപ്പോഴും നമ്മൾ ഈ ഒരു തിയറി, അതായത് മൂഡി ഗിലാനി ആൻഡ് മില്ലർ പഠിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ എന്താ പറയുന്നത്? ഇൻ എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് the value of the firm is determined by its earning power and investment policy, not how profit are split. ഇവിടെ എന്താ പറയുന്നത്? ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഫേമിൻ്റെ പ്രോഫിറ്റ് അവരെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫേമിൻ്റെ ഏർണിംഗ് പവറും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസുമാണ് ആ ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് മൂഡി ഗിലാനി ആൻഡ് മില്ലർ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് ആർബിട്രേജ് പ്രോസസ്സ് നോക്കാം. തിയറി ഒന്ന് ക്ലിയർ ആവാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇഫ് എ കമ്പനി പേ എ ഡിവിഡൻഡ് ബട്ട് നീഡ്സ് ക്യാഷ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, it issue new shares. The increase in value from the dividend is exactly offset by the decline in share price due to new external financing. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒക്കെ ഫുള്ളായിട്ട് കൊടുത്തു, പക്ഷെ അടുത്തത് നമുക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ല, കാരണം എല്ലാ കാശും ഡിവിഡൻഡായി കൊടുത്തല്ലോ. അപ്പോൾ ഇനി പുതിയതായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സോ നമ്മളിവിടെ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ബെറ്റർ ആക്കി വെച്ചു.
പക്ഷെ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെന്റിന് കാശില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എന്തിന് കാരണമാവും? ഈ ഷെയർ പ്രൈസ് ഡിക്ലൈൻ ചെയ്യാൻ കാരണമാവും എന്നാണ് പറയുന്നത്. കാരണം പുതിയ എക്സ്റ്റേണൽ ഫിനാൻസിങ് ആണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കൂടുതലായിട്ടും എക്സ്റ്റേണൽസ് ഇവിടെ വരികയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അത് ഷെയർ പ്രൈസിനെ ഡിക്ലൈൻ ചെയ്യാൻ കാരണമാവും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇറലവൻസി തിയറി എന്ന് പറയുന്നത് നമ്മൾ ഡിവിഡൻഡ് ഫുള്ളും പേ ചെയ്തത് കൊണ്ട് ഫേമിൻ്റെ വാല്യൂ, ഷെയർ പ്രൈസിൻ്റെ വാല്യൂ കൂടാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ലാതെയാണ് പോവുക എന്നാണ് പറയുന്നത്. കീ അസംഷൻ: നോ ടാക്സ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി.